ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്. വിവിധ തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ച്. നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, CPU, മെമ്മറി, അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സുകളെ കുറിച്ച് പഠിച്ചു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസുകളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഹാർഡ്വെയർ എന്താണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ വേസ്റ്റിനെ കുറിച്ച് ഒരു ക്ലാസ് പഠിച്ചു. എന്താണ് വേസ്റ്റ്, ഹൗ ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയറുകൾ എന്താണ്, വിവിധ തരം സോഫ്റ്റ്വെയറുകളെ കുറിച്ചുമാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടറുകൾ അതിൻ്റെ ഹാർഡ്വെയർ മാത്രമായിട്ടിരുന്നാൽ അത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ജോലിയും ചെയ്യാൻ തക്ക വിധത്തിലാകുന്നില്ല. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എന്തെല്ലാം തരത്തിലുള്ള ഫങ്ഷൻസ് ചെയ്യുന്നോ അതൊക്കെ വെറും ഹാർഡ്വെയർ മാത്രമായിട്ട് ഈ കമ്പ്യൂട്ടർ ഇരുന്ന് കഴിഞ്ഞാൽ മാറിക്കഴിഞ്ഞാൽ അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരത്തില്ല. ഈ ജോലികളൊന്നും തന്നെ അത് ചെയ്യില്ല. അപ്പം കമ്പ്യൂട്ടറിനെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ ഹാർഡ്വെയർ കൂടാതെ അതിനകത്ത് വേറെ എന്തോ ചില കാര്യങ്ങൾ കൂടെ ആവശ്യമാണ്. കമ്പ്യൂട്ടറുകളെ അല്ലെ ഹാർഡ്വെയറിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സർട്ടൻ ഇൻസ്ട്രക്ഷൻസ് ആവശ്യമാണ്. ഇൻസ്ട്രക്ഷനുകൾ ചേർന്നുള്ള പ്രോഗ്രാമുകൾ ആവശ്യമാണ്. പ്രോഗ്രാമുകൾ ചേർന്നുള്ള സോഫ്റ്റ്വെയറുകൾ ആവശ്യമാണ്. ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ a set of programs written for a computer is called a software. It is a collection of programs that is used to work a computer. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. That may be application softwares, system softwares, അങ്ങനെ പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ദ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിനെ പലതരത്തിലുള്ള ജോലികൾ ചെയ്യിപ്പിക്കാൻ ആവശ്യമായ പ്രോഗ്രാമുകളാണിത്. അതിനെ നമുക്ക് ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഹാർഡ്വെയറിനുള്ളിൽ ഈ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുമ്പോഴാണ് കമ്പ്യൂട്ടർ ആക്ച്വലി എന്തായിട്ട് മാറുന്നത്? വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറുന്നത്, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണെന്ന് മനസ്സിലായി. ദാറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഡു സർട്ടൻ ജോബ്. ചില ജോബുകൾ, ചില വർക്കുകൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഏതൊക്കെ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിൻലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു ടു. ദ ഫസ്റ്റ് വൺ ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. മനസ്സിലായി? സിസ്റ്റം സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും ഉണ്ട്. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ, എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് നമുക്ക് നോക്കാം. പേരിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, രണ്ടും കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ആണ്. പക്ഷേ അതിൻ്റെ ഉദ്ദേശം അനുസരിച്ച്, അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് അതിന് വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് സിസ്റ്റം സോഫ്റ്റ്വെയർ? A system software is a software designed to control the hardware. It provides an environment for the working of application programs. അപ്പോൾ എന്താണ് നമുക്ക് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം? അതിൻ്റെ ഒരു മീനിങ്സ് ആണ് അവിടെ പറഞ്ഞത്.
അതായത് നമ്മുടെ കമ്പ്യൂട്ടറിനെ, ഹാർഡ്വെയറിനെ, ഇറ്റ്സ് എ മെഷീൻ, ഇറ്റ്സ് എ ഡിജിറ്റൽ മെഷീൻ. ആ മെഷീനെ വർക്ക് ചെയ്യുന്ന ഫോമിലേക്ക്, കണ്ടീഷനിലേക്ക് ഹാർഡ്വെയറിനെ കൊണ്ട് എത്തിക്കുന്ന സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതായത് ഇതിൻ്റെ വെറുതെ ഇരിക്കുന്ന കമ്പ്യൂട്ടറിനെ വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു പ്രത്യേക ആപ്ലിക്കേഷന് വേണ്ടിയിട്ടല്ല. ഈ സിസ്റ്റത്തെ വർക്കിംഗ് കണ്ടീഷനിലേക്ക്, വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക്, ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ അതിലാണ് വരുന്നത്, വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ബൂട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എൻവയൺമെൻറ്റ് ഫോർ ദ വർക്കിംഗ് ഓഫ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ റൺ ചെയ്യണമെങ്കിൽ സിസ്റ്റം ഒരു വർക്കിംഗ് കണ്ടീഷനിൽ വരണം. അപ്പം അതിന് വേണ്ടിയിട്ട്, സിസ്റ്റം വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പിന്നെ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ദെൻ തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. So a system software is classified into mainly three. They are into three. The first one is operating system. Main system software is of course operating system. Then second one is language processors. അത് കൺവേർഷൻസ് ആണ്, ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, ട്രാൻസ്ലേറ്റർ ആണ്. ദെൻ മൂന്നാമത്തേതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ എന്താണ് ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നോക്കാം. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. പിന്നെ ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും ഉണ്ട്. പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ: ഓപ്പറേറ്റിംഗ് സിസ്റ്റം OS, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, ദെൻ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ദെൻ what is operating system? See, an operating system is a program that acts as an interface between the hardware and the user. അപ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യം ഇതാണ്. It acts as an interface between, it is a bridge between hardware and the user. യൂസർ എന്ന് പറയുന്നത് നമ്മളിത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഹാർഡ്വെയറിനും, അതായത് ഇതിൻ്റെ ടച്ച് ചെയ്യാവുന്ന, ഫീൽ ചെയ്യാവുന്ന ഹാർഡ്വെയർസ് ഉണ്ടല്ലോ, ഹാർഡ്വെയറിനെ യൂസർക്ക് യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്ന സോഫ്റ്റ്വെയറാണ്. യൂസറിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിലേക്ക് മാറ്റി കൊണ്ടുവരുന്ന സം പ്രോഗ്രാംസ്. ദാറ്റ് ഈസ് ആർ എസെൻഷ്യൽ. അത് വേണം കമ്പ്യൂട്ടറിൽ, ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. അങ്ങനെയുള്ള പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. മനസ്സിലായി, എൻ്റെ പേരിൽ തന്നെയുണ്ട്, ഓപ്പറേറ്റ് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യിക്കുന്ന സോഫ്റ്റ്വെയർ. ദാറ്റ് ഈസ് കോൾഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് ആൻ ഇൻ്റർഫേസ് ഓർ എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ദി യൂസർ. അപ്പോൾ വെറുതെ ഇരിക്കുന്ന ഹാർഡ്വെയറിനെ, സാധാരണ മെഷീനെ വർക്ക് ചെയ്യുന്ന ഫോമിലേക്കാക്കി, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്കാക്കി കൊണ്ടുവരുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ദ പ്രൈമറി എയിം ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു യൂസ് ഹാർഡ്വെയർ ഇൻ ആൻ എഫിഷ്യൻറ്റ് വേ. അപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല. വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് OS നമ്മുടെ മെമ്മറിയിലേക്ക് നമ്മൾ ലോഡ് ചെയ്യണം. അപ്പോൾ ഹാർഡ് ഡിസ്കിലിരിക്കുന്ന OSനെ നമ്മൾ മെമ്മറിയിലേക്ക്, മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യും. അതിനാണ് ബൂട്ടിങ് എന്നൊക്കെ പറയും. അപ്പം ലോഡ് ചെയ്ത് സിസ്റ്റത്തെ വർക്കിംഗ് കണ്ടീഷനിലാക്കി മാറ്റും. എന്നിട്ടാണ് നമ്മൾ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. സിസ്റ്റം ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ആദ്യം നടക്കുന്ന സംഭവം ഇതാണ്. വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് അത് ലോഡ് ചെയ്ത് വരണം, എന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അല്ല പഴയ കാലത്ത് ഡോസ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ലിനക്സ് ആണെങ്കിൽ, ഉബുണ്ടു ആണെങ്കിൽ അങ്ങനെ, ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ലോഡ് ചെയ്ത് ശേഷമാണ് ഇത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ നമുക്ക് വിതൗട്ട് ദീസ് വി കനോട്ട് വർക്ക്, നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കമ്പ്യൂട്ടർ ഈസ് യൂസ്ലെസ് ആയിട്ട് മാറും. An operating system is a software that manages
the hardware and resources that manages hardware and the resources ഏതൊക്കെയാണ്? ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, ഡാറ്റാസ് ഉണ്ട്, ഫയൽസ് ഉണ്ട്, പലതരത്തിലുള്ള ഡിവൈസസ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളെയും മാനേജ് ചെയ്യുന്ന, ഹാർഡ്വെയറിനെ കൺട്രോൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്, മെയിൻ സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആക്ച്വലി ഇറ്റ് ഈസ് ദ കോർഡിനേറ്റർ. ഈ എല്ലാത്തിനെയും, ഹാർഡ്വെയറിനെയും റിസോഴ്സുകളെയും യൂസറിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് എഫിഷ്യൻ്റായിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് വർക്ക് ചെയ്യിക്കുന്ന, കമ്പ്യൂട്ടറിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, സം ഓഫ് ദ കോമൺലി യൂസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ ഏതൊക്കെയാണ്? വിൻഡോസ്, ഡോസ് ആദ്യകാലങ്ങളിൽ ഇത് കമാൻഡ് ലൈൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ലിനക്സ്, യൂണിക്സ്. ലിനക്സ് എന്താണ്? ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. വിൻഡോസ് പ്രൊപ്രൈറ്ററി ആണ്, അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള സെനിക്സ്, അങ്ങനെ ഉബുണ്ടു ഒക്കെയുണ്ട് നമുക്കറിയാവുന്ന. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള OS കളുണ്ട്. അപ്പോൾ ആപ്പിൾ ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നൊരു ഐഡിയ കിട്ടിയല്ലോ. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഹാർഡ്വെയർ ആൻഡ് ദ യൂസർ. അപ്പോൾ സിസ്റ്റത്തെ യൂസർ ഫ്രണ്ട്ലി ആക്കി മാറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് എന്ത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് മാനേജസ് ഹാർഡ്വെയർ ആൻഡ് ദ റിസോഴ്സസ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ കോർഡിനേറ്റർ, ഇറ്റ് ഈസ് ദ കൺട്രോളർ. ഇനി അതിൻ്റെ ഫങ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. മെയിൻ ഫങ്ഷൻസ്. 1. പ്രോസസ് മാനേജ്മെൻറ്റ്. എ പ്രോസസ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ്സ്, ഡിഅലോക്കേറ്റ്സ് ആൻഡ് ഷെഡ്യൂൾ പ്രോസസ്. അപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്, ജോബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ജോബ് ഷെഡ്യൂളിംഗ് എന്ന് പറയും അതിനെ. ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പല ജോബുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്യും, ഒരു വർക്ക് അടുത്ത വർക്ക്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്യേണ്ടി വരുമ്പോൾ അതിന് പലതരം അൽഗോരിതങ്ങളൊക്കെ ഉപയോഗിച്ച് അതിനെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ്സ് ആൻഡ് ഡിഅലോക്കേറ്റ്സ് എന്ന് പറയും. വർക്ക് ചെയ്ത് തീരുമ്പോൾ ഡിഅലോക്കേറ്റ്, അതിനെ അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ പ്രോസസ്സ് അല്ലെങ്കിൽ ജോബ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് ആരാണ്? പ്രോസസ്സർ അല്ലത്, പ്രോസസ്സാണെന്ന് ഓർക്കണേ. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. അതാണ് ഒരു ജോബ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ജോബ് ഷെഡ്യൂളിംഗ്, ജോബ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്, പ്രോസസ് മാനേജ്മെൻറ്റ് മെയിനായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇറ്റ് അലോക്കേറ്റ്സ് ആൻഡ് ഡി അലോക്കേറ്റ്സ് ഷെഡ്യൂൾസ് ഫോർ പ്രോസസ്. മനസ്സിലായി? ഷെഡ്യൂൾസ് ക്രമീകരിക്കുക എന്നുള്ളത്. അടുത്ത എല്ലാ മാനേജ്മെൻറ്റാണ് ഇതിനുള്ളത്. OS എല്ലാത്തിൻ്റെ മാനേജറാണ്. നെക്സ്റ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്. അലോക്കേഷൻ ഓഫ് മെയിൻ മെമ്മറി ആൻഡ് സ്റ്റോറേജ് ഈസ് ഡൺ ബൈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും ആരാണ്? പിന്നെ അത് ഡി അലോക്കേറ്റ് ചെയ്യും വേണം. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും മെമ്മറി മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത് ആരാണ്? OS ആണ്. ഒന്നാമത് പ്രോസസ് മാനേജ്മെൻറ്റ്, ഇനി മെമ്മറി മാനേജ്മെൻറ്റ്, ഇനി IO മാനേജ്മെൻറ്റ് ഉണ്ട്, ഫയൽ മാനേജ്മെൻറ്റ് ഉണ്ട്. എല്ലാം മാനേജറാണ്, കോർഡിനേറ്ററാണ്. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഫയൽ മാനേജ്മെൻറ്റ്. ഫയൽ ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫർമേഷൻ. ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാൻഡിൽസ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്: creation and deletion of files, creation and deletion of directories, backup of files. ഡയറക്ടറീസ് എന്ന് പറഞ്ഞാൽ ഫോൾഡർ എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ എന്ത് പറയും? ഫോൾഡേഴ്സ് എന്ന് പറയില്ലേ? അതിനാണ് ഡയറക്ടറീസ് എന്ന് പറയും. അപ്പോൾ ഫയലുകളുടെ കളക്ഷനാണ് ഡയറക്ടറീസ് അല്ലെങ്കിൽ ഫോൾഡേഴ്സ്. അപ്പോൾ അതിൻ്റെ ക്രിയേഷൻസ്, ഡിലീഷൻസ്, മാനേജ്മെൻറ്റ് എല്ലാം, ബാക്കപ്പ് എല്ലാം ഫയൽ മാനേജ്മെൻറ്റ് മുഴുവൻ ഡാറ്റ മാനേജ്മെൻ്റ് ആണ്. അത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നത് ഫയൽ അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെൻറ്റ് ആരുടെ അതോറിറ്റിയാണ്? അത് OSൻ്റെയാണ്. അപ്പോൾ OSൻ്റെ 3 നമ്മൾ കണ്ടു. അതുപോലെ 4ാമതാണ് ഡിവൈസ് അല്ലെങ്കിൽ IO മാനേജ്മെൻറ്റ് എന്ന് പറയും. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ മാനേജ് ചെയ്യുക, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ഷെഡ്യൂളിങ്. അപ്പോൾ ജോബ് ഷെഡ്യൂളിങ്, IO മാനേജ്മെൻറ്റ്, ഫയൽ അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെൻറ്റ്, ദെൻ എന്താണ്? മെമ്മറി മാനേജ്മെൻറ്റ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും മാനേജ്മെൻറ്റ്, അതായത് ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റ്സ് അതിലുണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞാൽ. അതിനകത്ത് IO ഉണ്ട്, IO ഡിവൈസസ്, അതിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ IO മാനേജ്മെൻറ്റ് വന്നു. ഡേറ്റ ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, മെമ്മറി ഉണ്ട്, മെമ്മറി മാനേജ്മെൻറ്റ്. പിന്നെ
പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെയാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. പിന്നീട് ഫയൽ ഡാറ്റ മാനേജ്മെൻറ്റ്, എല്ലാത്തിൻ്റെയും മാനേജറാണ് ആര്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം. മനസ്സിലായി? 4 ഫങ്ഷൻസ് മനസ്സിലായല്ലോ. പ്രോസസ് മാനേജ്മെൻറ്റ് വളരെ സിമ്പിളായിട്ട് 1-2 ലൈനിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, ദീസ് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, ഇനി സെക്കൻഡ് വണ്ണായിട്ട് നമ്മൾ പറഞ്ഞ സിസ്റ്റം സോഫ്റ്റ്വെയറുകളാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്. ദേ ആർ ഓൾസോ കോൾഡ് ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, a language processor is a program which converts source code into machine code. ഓക്കെ, അതായത് നമ്മൾ C++ നിങ്ങൾ പഠിക്കുന്നു, C++ൽ പ്രോഗ്രാം എഴുതുന്നു. ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ്, നമ്മൾ പറയുന്നതാണ് സോഴ്സ് കോഡ്. മനസ്സിലായി? നമ്മൾ എഴുതിയ സോഴ്സ് കോഡ്, നമ്മൾ എഴുതി വെച്ച എ പ്രോഗ്രാം, സിമ്പിളായിട്ട് പറയാം, റിട്ടേൺ ഇൻ എനി ഹൈ ലെവൽ ലാംഗ്വേജ്, അതിനെ സോഴ്സ് കോഡ് എന്ന് പറയും. അപ്പോൾ അത് ഏതെങ്കിലും ലാംഗ്വേജിലാണ് എഴുതുന്നത്, C++ൽ, സിയിലൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിനെ സിസ്റ്റത്തിന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡാറ്റ റെപ്രസെൻറ്റേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു, എന്ത് പഠിച്ചു? കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് ബൈനറി ലാംഗ്വേജാണ്. അതിനാണ് നമ്മൾ ആ കൺവേർഷനൊക്കെ പഠിച്ചത്. ബൈനറി ലാംഗ്വേജ് മാത്രമേ അൾട്ടിമേറ്റായിട്ട് ഫൈനലായിട്ട് സിസ്റ്റം പ്രോസസ്സ് ചെയ്യൂ. ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ്. അപ്പം നമ്മൾ ഈ എഴുതിയ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമുകളെ കമ്പ്യൂട്ടർ എന്തിലേക്ക് മാറ്റണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം, മാറ്റണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് സിസ്റ്റത്തിന് മനസ്സിലാവും, അത് മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അതുകൊണ്ട് ഈ സോഴ്സ് കോഡുകളെ മെഷീൻ കോഡുകളാക്കി. മെഷീൻ ലാംഗ്വേജിലെ പ്രോഗ്രാമിനെയാണ് മെഷീൻ കോഡ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെയാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പം സോഴ്സ് കോഡുകളെ മെഷീൻ കോഡുകളാക്കി കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുണ്ട്. എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് source code into machine code, that is called a language processor. It is a translator or a translating software that converts a program written in high level language into machine language. Okay, മനസ്സിലായി? ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയ ഒരു പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ചില പ്രോഗ്രാമുകളുണ്ട്. അതും സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ പാർട്ടാണ്. അപ്പം അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത്. 3 ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. ദ ഡിഫറെൻറ്റ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ആർ: നമ്പർ 1 അസംബ്ലർ, നമ്പർ 2 കമ്പൈലർ, നമ്പർ 3 ഇൻ്റർപ്രറ്റർ. അങ്ങനെ 3 എണ്ണമാണുള്ളത്. അപ്പോൾ 3 തരത്തിലുള്ള ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞേ? അസംബ്ലർ, കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ. ഞാൻ കളർ ചെയ്യാം. ഓക്കെ, ലാംഗ്വേജ് സിസ്റ്റം സോഫ്റ്റ്വെയർ തന്നെയാണ്. ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ എടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? അസംബ്ലർ, അത് ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ ആസ് വെൽ ആസ് ഇറ്റ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ. Especially it is a language processor that is used to convert source code into machine code. Okay, assembler, compiler and interpreter. എന്താണ് ഇതിൻ്റെ ഡിഫറൻസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. So the first one is assembler. The assembler is a software which converts assembly language into machine language. മനസ്സിലായി? അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? അസംബ്ലർ എന്ന ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ബൈനറി ലാംഗ്വേജ് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടർ എല്ലാം പ്രോസസ്സ് ചെയ്യുന്നത്. 0 1 ടേംസ് ആണ്. മനസ്സിലായി? അതിൻ്റെ സീരീസ് ആയിട്ടാണ്. നമ്മൾ ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷനൊക്കെ ഷോർട്ടാക്കി എഴുതും, ഈസിയാക്കി റെപ്രസെൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മെഷീൻ ലാംഗ്വേജിലാണ് കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഷീൻ ലാംഗ്വേജ് അന്ന് നമ്മൾ പറഞ്ഞാൽ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ ഓരോ മെഷീൻ അനുസരിച്ച് മാറും.
അതുകൊണ്ടാണ് നമ്മൾ മെഷീൻ ലാംഗ്വേജ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്തത്. ഓരോ മെഷീനും അനുസരിച്ച് മെഷീൻ ഡിപ്പെൻഡൻ്റ് ആണ്, ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. അതുപോലെ അത് ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല, കുറച്ച് കൺഫ്യൂഷനാവും. അതൊക്കെ സീരീസ് ഓഫ് മെഷീൻ ലാംഗ്വേജിലുള്ള കോഡുകൾ എഴുതി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഓരോ മെഷീനും അത് ഡിഫറെൻറ്റ് കോഡുകളുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മളത് ഒഴിവാക്കുന്നു. പക്ഷേ കമ്പ്യൂട്ടറിന് അത് മാത്രമേ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പോൾ നമ്മളതിൽ നിന്ന് മാറി പിന്നീട് അടുത്തതായിട്ട് മെഷീൻ ലാംഗ്വേജിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ചില ന്യൂമോണിക്സ് അഥവാ സ്യൂഡോ കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള ചില കോഡുകൾ ഉപയോഗിച്ചുള്ള ലാംഗ്വേജ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അതിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ന്യൂമോണിക്സ് സർട്ടൻ സ്യൂഡോ കോഡുകൾ ഉപയോഗിച്ച് ലോഡ്, സ്റ്റോർ, ആഡ്, മൂവ് എന്നൊക്കെ പറയുന്ന ഇൻസ്ട്രക്ഷനുകൾ അതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനുകൾ ഉപയോഗിച്ചിട്ട് ആഡ്, പിന്നെന്താണ് ലോഡ്, മൂവ്, അങ്ങനെ ഉണ്ട്. പലതരത്തിലുള്ള ഇൻസ്ട്രക്ഷനുകൾ ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി, കുറച്ചുകൂടെ കോഡുകൾ ചെയ്യും. ബട്ട് അസംബ്ലി ലാംഗ്വേജ് ദാറ്റ്സ് ഓൾസോ മെഷീൻ ലാംഗ്വേജിനേക്കാൾ ബെറ്റർ ആണെങ്കിലും അതും കുറച്ചധികം ഹാർഡ്വെയറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഹാർഡ്വെയർ നന്നായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അസംബ്ലി ലാംഗ്വേജും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അസംബ്ലർ. മെഷീൻ ലാംഗ്വേജ് ആണ് ബേസ്, അവിടെ നമ്മൾ അസംബ്ലി ലാംഗ്വേജിലോട്ട് മാറി. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകൾ കുറച്ചുകൂടി ഈസിയാണ് കമ്പാരിറ്റീവ്ലി. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? മെഷീൻ ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയതിനെ വീണ്ടും എന്താക്കി കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താലേ മെഷീന് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുപയോഗിക്കുന്ന ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് എന്ത്? അസംബ്ലർ. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കെ, സിമ്പിളാണ്, ഒരു ലൈനേ ഉള്ളൂ ഞാൻ ഇത്രയും പറഞ്ഞെങ്കിലും. ഇറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ, ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്ട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ, ഇതെല്ലാം കൺവേർട്ടിംഗ് സോഫ്റ്റ്വെയർ. അടുത്ത കമ്പൈലർ. A compiler is a software which converts high level language into machine language. ഇതും അത് തന്നെയാണ്, ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് രണ്ടാമത്തത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? അത് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജിന് ചെയ്തതുപോലെ തന്നെ, ബട്ട് ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള കോഡുകളാണ്. അപ്പോൾ നമ്മൾ മെഷീൻ ലാംഗ്വേജിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള അസംബ്ലി ലാംഗ്വേജിലേക്ക് കയറി വന്നു. ഞാൻ പറയില്ല, അത് ന്യൂമോണിക്സ് ആണ്, സീഡോ കോഡുകളാണ് ചില തരത്തിലുള്ള. അപ്പോൾ അവിടുന്നും അതും ഞാൻ പറഞ്ഞു കുറച്ച് ഡിപ്പെൻഡൻ്റ് ആണ്, ഹാർഡ്വെയർ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിമാറിറ്റ്സ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഇംഗ്ലീഷിലുള്ള ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ട് കുറച്ചുകൂടി ഈസിയാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. ഇംഗ്ലീഷിലാണ് നമ്മൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതുന്നത്. അപ്പോൾ എനിവേ എന്തിലെഴുതിയാലും എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഫൈനലി മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ ആ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവിടെയും കൺവേർഷൻ ആവശ്യമാണ്. അപ്പോൾ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് സോഴ്സ് കോഡ് ദാറ്റ് ഈസ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് കോഡെന്ന് പറയുന്നത്. .obj എക്സ്റ്റൻഷൻ വരും. ഇവിടെ ഹൈ ലെവൽ ലാംഗ്വേജ് ആകുമ്പോൾ C++ ഉപയോഗിച്ചാൽ .cpp ആയിരിക്കും എക്സ്റ്റൻഷൻ. മനസ്സിലായി? അപ്പോൾ അത് C++ ആണെന്ന് തിരിച്ചറിയാനാണ്. ഒബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത് .obj വരുന്നതാണ്, മെഷീൻ ലാംഗ്വേജ് ആണത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള നമ്മുടെ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ആര്? കമ്പൈലർ. ഓക്കെ, ദ കമ്പൈലർ ക്യാൻ ഡിറ്റക്ട് സിൻടാക്സ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. എന്ത്? ട്രാൻസ്ലേഷൻ ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയും? കമ്പൈലേഷൻ എന്ന് പറയും.
ഡ്യൂറിങ് ദ ടൈം ഓഫ് കമ്പൈലേഷൻ വി വിൽ ഗെറ്റ് ദ സിൻടാക്സ് എറർ. അപ്പോൾ ഈ സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സിൻടാക്സ് എറർ ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. അതിൻ്റെ ഗ്രാമറിൽ റൂളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതായത് C++ൻ്റെ അല്ലെങ്കിൽ സിയുടെ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ റൂൾസിനകത്ത് എന്തെങ്കിലും വയലേഷൻ വന്നാൽ, വേരിയേഷൻ വന്നാൽ, ദാറ്റ് വിൽ കോസ് ആൻ എറർ. ദാറ്റ് ഈസ് കോൾഡ് സിൻടാക്സ് എറർ. ഗ്രാമർ മിസ്റ്റേക്ക് എന്നൊക്കെ പറയും, സിൻടാക്സിലുള്ള മിസ്റ്റേക്ക്. അതാണെന്ത്? കമ്പൈലേഷൻ ടൈമിൽ നമുക്ക് തരുന്നത്. എറർ ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യും. ആ എററിനെയാണ് നമ്മൾ സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. വീണ്ടും നമ്മളത് പഠിക്കും. ഓക്കെ. ദ ട്രാൻസ്ലേഷൻ യൂസിങ് കമ്പൈലർ ഈസ് കോൾഡ് കമ്പൈലേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോസസ്സിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. സം ഓഫ് ദി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് യൂസസ് കമ്പൈലേഴ്സ് ആർ C, C++, പാസ്കൽ, കോബോൾ, ഫോർട്രാൻ എന്നൊക്കെ പറയും. ഓക്കെ. ഇപ്പോൾ കമ്പൈലർ മനസ്സിലായല്ലോ, അസംബ്ലർ എന്താണെന്ന് മനസ്സിലായല്ലോ. എല്ലാം ട്രാൻസ്ലേഷനാണ്, ഒരു മീഡിയേറ്റർ പോലെയാണ്. ഇപ്പോൾ ഫ്രഞ്ച് ലാംഗ്വേജിലേക്ക് നമുക്ക് ഫ്രാൻസിൽ നിന്ന് ആരെങ്കിലും വന്നൊരു ടോക്ക് ഇവിടെ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഫ്രഞ്ച് മിസ്സിനെ വിളിച്ച് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രഞ്ചിൽ പറയുന്നത് നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ലേറ്ററിനെ, ഒരു മീഡിയേറ്ററിനെ യൂസ് ചെയ്യും. അതുപോലെയാണ് ഇവിടെ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ അസംബ്ലറും, ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ സോഴ്സ് പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ കമ്പൈലർ യൂസ് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ഇൻ്റർപ്രറ്റർ? ദാറ്റ്സ് ഓൾസോ കൺവേർട്ട് എ പ്രോഗ്രാം ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ. Interpreter is a software which converts high level language into machine language. കമ്പൈലറിനെ പോലെ തന്നെയാണ്, പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. മനസ്സിലായി? ബോത്ത് ആർ ട്രാൻസ്ലേറ്റേഴ്സ്, കമ്പൈലേഴ്സ് ആസ് വെൽ ആസ് ഇൻ്റർപ്രറ്റേഴ്സ്. ബോത്ത് ആർ ട്രാൻസ്ലേറ്റിംഗ് ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇൻ്റർപ്രറ്ററിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട് വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ലൈൻ. അതായത് ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രോഗ്രാമിൽ 100 ലൈൻസ് ഉണ്ടെന്ന് കരുതുക, 100 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നമ്മൾ കമ്പൈലറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 100 ഇൻസ്ട്രക്ഷനെ ഒരുമിച്ചത് ചെക്ക് ചെയ്യും. ഞാൻ പറയില്ല നേരത്തെ അവിടെ എറർ ഷോ ചെയ്യുമെന്ന് പറയും, സിൻടാക്സ് എറർ ഈ കമ്പൈലേഷൻ ടൈമിൽ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്ന സമയത്ത് കമ്പൈലറാണല്ലോ അത് ചെയ്യുന്നത്, സോഴ്സ് പ്രോഗ്രാമിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നു. ആ സമയത്ത് തന്നെ നമുക്ക് എററും ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ കമ്പൈലറാണെങ്കിൽ ഈ 100 ലൈൻ ഉണ്ടെങ്കിൽ 100 ലൈനെ ഒറ്റ സ്ട്രെച്ചിൽ വൺ ടൈം തന്നെ ചെക്ക് ചെയ്യും, കൺവേർട്ട് ചെയ്യും, എന്താക്കി മാറ്റും? ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റും. കൺവേർട്ട് ചെയ്തിട്ട് അതിനകത്ത് എറർ ഉണ്ടെങ്കിൽ ഈ 100 ലൈനിലെ 100 ലൈനിലെ ഒരുമിച്ച് താഴെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? സപ്പോസ് അവർ പ്രോഗ്രാം ഹാവ് 100 ലൈൻസ്. നമ്മുടെ പ്രോഗ്രാമിൽ 100 ലൈൻസ് ആണുള്ളത്. അപ്പം കമ്പൈലേഷനാണ്, നമ്മൾ കമ്പൈലർ ഉപയോഗിച്ച് കമ്പൈലേഷനാണ് ചെയ്യുന്നതെങ്കിൽ ദ കമ്പൈലർ ടേക്ക് ദീസ് 100 ലൈൻസ് ഓൾ ടുഗദർ അറ്റ് വൺസ്, ഒരുമിച്ച് തന്നെ എടുക്കും എല്ലാം കൂടെ ചേർത്ത്. എന്നിട്ട് ദെൻ ഇറ്റ് കൺവേർട്സ്, ഇറ്റ് ചെക്സ് ആൻഡ് കൺവേർട്സ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഡ്യൂറിങ് ദാറ്റ് ടൈം കമ്പൈലർ വിൽ ഡിസ്പ്ലേ ദ എൻറ്റയർ എറേഴ്സ്, കംപ്ലീറ്റ് എറേഴ്സ് ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. 100 ലൈൻ ഉണ്ടെങ്കിൽ 100 ലൈനിലെ 1000 ആണെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ഒരുമിച്ചായിട്ട്, അല്ലാതെ 1/1 ആയിട്ടല്ല. അതാണ് ഡിഫറൻസ്. അതേസമയം ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നാമത്തെ ലൈൻ എടുക്കും, ഫസ്റ്റ് ലൈൻ എടുക്കും, അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ, ക്ലിയർ ഔട്ട് ചെയ്താൽ മാത്രമേ സെക്കൻഡ് ലൈനിലേക്ക് പോകൂ, സെക്കൻഡ് ലൈൻ എടുക്കൂ. മനസ്സിലായി? എന്നിട്ട് സെക്കൻഡ് ലൈൻ സ്കാൻ ചെയ്യും, എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ചെയ്താൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്താൽ തേർഡ് ലൈനിലേക്ക് പോകും. ഇങ്ങനെ വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിലാണ് വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം, അതവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വൺ സ്റ്റേറ്റ്മെൻറ്റ് അറ്റ് എ ടൈം. മനസ്സിലായോ? അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇൻ്റർപ്രറ്റർ അങ്ങനെ ചെയ്യുമോ? അത് സ്ലോ ആണ്. It translates and executes one statement at a time. But in the case of compiler, it takes all the statements
അറ്റ് വൺ ടൈം. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരുമിച്ചെടുക്കും, ഒരേ സമയത്തെടുക്കും. ഇവിടെ വൺ ആഫ്റ്റർ അനദർ എന്ന രീതിയിലാണ്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട്സ്, രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഒന്നിന് പുറകെ ഒന്നായിട്ടാണ്. ഇവിടെ നമ്മൾ ഇൻ്റർപ്രറ്റർ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ബേസിക്. ജാവാസ്ക്രിപ്റ്റൊക്കെ ഇൻ്റർപ്രറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നു, ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് തന്നെയാണ് ബേസിക്, അത് ഇൻ്റർപ്രറ്ററാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഏതായിരിക്കും ബെറ്റർ? കമ്പൈലറാണ്. കാരണം ഒരുമിച്ച് അത് എടുക്കുന്നു, ഒറ്റ സ്ട്രെച്ചിലെടുക്കുന്നു, ഒരുമിച്ച് എല്ലാ എററും ഡിസ്പ്ലേ ചെയ്യുന്നു. അതിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എറേഴ്സൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കത് നോക്കാം, അത് കറക്റ്റ് ചെയ്യാം. അപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, ഒരുമിച്ച് കിട്ടുന്ന ഒരുമിച്ച് കറക്റ്റ് ചെയ്യുന്നു. മറ്റേത് കുറച്ചുകൂടി സ്ലോ ആയിരിക്കും, കാരണം ഓരോരോ ലൈൻ സ്കാൻ ചെയ്യുന്നു, അതിന് എററുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അത് കറക്റ്റ് ചെയ്താലേ അടുത്ത ലൈൻ സ്കാൻ ചെയ്യൂ, ചെക്ക് ചെയ്യൂ. അങ്ങനെ അപ്പോൾ ടൈം കൺസ്യൂമിങ് ആണത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻ്റർപ്രറ്റർ: ഇറ്റ് ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ ഇൻ ടു മെഷീൻ കോഡ്. ഓക്കെ, ഇപ്പോൾ പറഞ്ഞതാ, ഒന്നിന് പുറകെ ഒന്നായിട്ട് എടുത്തു. ഇറ്റ് ഡിറ്റക്ട്സ് ഓൺലി വൺ എറർ അറ്റ് എ ടൈം. ഒരെറർ മാത്രം, ഒരു ലൈനിലെ എറർ മാത്രമേ ഷോ ചെയ്യൂ. ഇറ്റ് നീഡ്സ് ഓൺലി ലെസ് മെമ്മറി. അപ്പോൾ അത് മെമ്മറി കുറച്ച് എടുക്കുന്നത്, ബട്ട് ടൈം കൺസ്യൂമിങ് ആണ്, സ്ലോ ആണ്. സ്പീഡ് ഈസ് സ്ലോ. അപ്പോൾ ഒരു ലൈൻ കറക്റ്റ് ചെയ്തിട്ട് പോയാലേ അടുത്ത ലൈൻ അത് സ്കാൻ ചെയ്യൂ. എറർ വന്നിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അപ്പം ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഇൻ്റർപ്രറ്റർ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചെറിയ പ്രോഗ്രാമാണെങ്കിൽ ഓക്കെ. ലെങ്തി ആയിട്ട് പ്രോഗ്രാം വരുമ്പം പ്രോഗ്രാമിന് ലെങ്ത് കൂടുമ്പോൾ കമ്പൈലറാണ് ബെറ്റർ. നമ്മൾ പറഞ്ഞൊക്കെയാണ് ഇവിടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ: ബോത്ത് കമ്പൈലർ ആൻഡ് ഇൻ്റർപ്രറ്റർ, അതിവിടെ എഴുതിയിട്ടില്ല. ഓക്കെ, both compiler and interpreter converts high level language into machine language. Both compiler and interpreter converts high level language into machine language. A compiler converts the entire program into object code and then execute it. മനസ്സിലായി? അപ്പോൾ കമ്പൈലർ ഹൈ ലെവൽ, രണ്ടും ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഒന്നാമത്തെ. അപ്പോൾ അസംബ്ലർ മാത്രമാണ് വ്യത്യാസമുള്ളത്. അസംബ്ലർ എന്താ ചെയ്യുന്നത്? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. ഇനി കമ്പൈലർ കൺവേർട്ട്സ് ദ എൻറ്റയർ പ്രോഗ്രാം ഇൻറ്റു ഒബ്ജക്റ്റ് കോഡ്. മനസ്സിലായി? ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കമ്പൈലറിന് മാത്രമാണ്. അപ്പോൾ കംപ്ലീറ്റ് പ്രോഗ്രാമിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ എക്സിക്യൂട്ട് ഇറ്റ്. വെയറാസ് ഇൻ്റർപ്രറ്റർ കൺവേർട്ട്സ് വൺ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദെൻ എക്സിക്യൂട്ട് ഇറ്റ്. അവിടെ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. മനസ്സിലായോ? ഒബിജെ ഫയലില്ല ഇൻ്റർപ്രറ്ററിന്. കമ്പൈലർ ക്യാൻ ഡിറ്റക്ട് സിൻടാക്സ് എറർ, വെയറാസ് ഇൻ്റർപ്രറ്റർ ക്യാനോട്ട് ഡിറ്റക്ട് സിൻടാക്സ് എറർ. ഇത് കമ്പൈലർ കംപ്ലീറ്റ് എന്താണ് പ്രോഗ്രാമിനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നു. സോ അത് നമുക്ക് ഫർദറായിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റ് കോഡ് ഉണ്ടല്ലോ, ഒരിക്കലും അതെല്ലാം എറേഴ്സും ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് കോഡിനെ നമുക്ക് സേവ് ചെയ്ത് നമുക്ക് ഫർദർ യൂസ് ചെയ്യാൻ പറ്റും. ഇൻ്റർപ്രറ്റർ അങ്ങനെ ഒബ്ജക്റ്റ് കോഡ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഓരോ പ്രാവശ്യവും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. എറർ ഉണ്ടെങ്കിൽ ഓരോ ലൈനായിട്ട് കാണിക്കുന്നു. ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ചെയ്യണം. എത്ര പ്രാവശ്യം നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നോ ആ പ്രാവശ്യങ്ങളിലെല്ലാം ഇത് ചെയ്യേണ്ടി വരും. കറക്റ്റ് ചെയ്തു, നമ്മൾ സേവ് ചെയ്യുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റ് കോഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, സേവ് ചെയ്യപ്പെടുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് മനസ്സിലായല്ലോ. ഇനിയും ഒരു ക്ലാസ് കൂടെ ഉണ്ട് സോഫ്റ്റ്വെയറിനെ കുറിച്ച്. അപ്പോൾ എന്താണ് സോഫ്റ്റ്വെയറുകൾ, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൂടിയുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? സിസ്റ്റം സോഫ്റ്റ്വെയറുകളെ എത്രയായി തരംതിരിക്കാം?
ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി പറഞ്ഞില്ല. കമ്പൈലറും ഇൻ്റർപ്രറ്ററും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞ് നമ്മൾ നിർത്തുവാണ്. ഇനി യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, പിന്നീട് എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും ഉണ്ട്. ഓക്കെ, താങ്ക് യു.